നമ്മൾ ആൻസറിന് ശേഷം 10 ആയത്തുൽ കുർസി ഓതാൻ പറഞ്ഞല്ലോ. ആ 10 ആയത്തുൽ കുർസി 2 നിലക്കോതാ. അല്ലാഹു ലാ ഇലാഹ ഇല്ലഹുൽ ഹയ്യുൽ ഖയ്യൂം എന്ന് കരഞ്ഞു. എന്തിനേയും നിലനിർത്തുന്നവനും എന്നെന്നും ജീവിക്കുന്നവനുമായ അവനല്ലാതെ ഒരാളുമില്ല. അവന് ഉറക്കമോ അശ്രദ്ധയോ തൂങ്ങിയിറക്കമോ ഒന്നുമില്ല. ഒന്നെ നോക്കിക്കൊണ്ടേയിരിക്കണം. പിന്നെയും കാര്യം ലോഹമാസമാവാത്തി ഇന്നെങ്ങനെ നോക്കണവൻ ആരാ? ആകാശലോകങ്ങളുടെ അധിപതിയ. എന്നിട്ട് ഒന്നെ നോക്കണത് സത്യത്തിൽ എന്നെ തിരിഞ്ഞു നോക്കാൻ പാടില്ല. അത്ര വലിയ രാജാവ്. എന്നിട്ട് ഒന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഓനക്ക് വേണ്ടതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. വന്നില്ല ദേഷ്പോ ഇല്ല ഭീതിനി. അവൻ്റെ സമ്മതമല്ലാതെ ഒരാൾക്കും മിണ്ടാൻ പറ്റില്ല. എന്നിട്ട് ഒന്നെ ശ്രദ്ധിക്കുക. പറയാൻ മനസ്സിലാവണില്ലേ? ഈ ആയത്തൊന്ന് മനസ്സറിഞ്ഞ് ഒരു വട്ടം ചെല്ലിയൊക്കെ കാര്യം. മറ്റേ നമ്മൾ എണ്ണ നോക്കുക. 10 9 11 അള്ളാഹു കൂട്ടുകാരനായാൽ 20 നിനക്ക് അവിടെ എണീക്കാൻ കഴിയില്ല. അപ്പുറത്ത് പെണ്ണുങ്ങൾ വിളിച്ചു, അങ്ങാടിയിൽ മീൻ കഴിയും, നിങ്ങൾ എന്തിരുത്തായിരിക്കണം, നിങ്ങൾ ലേശം മീൻ വാങ്ങി കൊടുക്കണ്ടി നോമ്പറക്കാനൊന്നും അവിടെ ഇല്ല. അപ്പം മനസ്സില്ല, മനസ്സുറങ്ങൾ എണീറ്റോ? കാരണം നിങ്ങൾക്ക് അവിടെ നിന്ന് എണീക്കാൻ പറയാൻ കഴിയണില്ല. അത്രയും വലിയ ബന്ധപ്പെടുത്തു. ഇതല്ലാതെ പ്രശംസിക്കുക. മനസ്സിലായില്ലേ? അള്ളാഹുവിനെ പോലെ മദ്ഹ് ഇഷ്ടപ്പെടുന്ന ഒരാളും ഇല്ല. അത് മദ്ഹിന്റെ വചനത്തിന്റെ ചട്ടക്കൂടാണെന്ന് വിചാരിച്ചവൻ പരാജയത്തിലാണ്. മദ്ഹിന്റെ ഈ ചട്ടക്കൂട്, ഇതിന്റെ ആ കൂട്, സുബ്ഹാനല്ലാഹ് കൂട്, അൽഹംദുലില്ലാഹ് കൂട്. പാമ്പിന്റെ വള പാമ്പാവൂലല്ലോ. നിങ്ങളെന്റെ കൂടെ അല്ല, പാമ്പിന്റെ വള പാമ്പാവോ? നമ്മൾ കുലിശയും കതീർന്ന് പറഞ്ഞിട്ട് 10 പറയും. എന്നിട്ട് അപ്പുറത്തുള്ളവനോട് ആ സൊഫ് നടിക്കണ മുമ്പ് തന്നെ എൻ്റെ കാര്യമൊക്കെ പോക്കെങ്ങായി. നമ്മളൊന്നും പറച്ചവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം നടക്കണില്ല. ഇപ്പം ഇതുവരെ പറഞ്ഞത് അത് പാമ്പിൻ്റെ വളയെന്ന്, അത് പാമ്പാവില്ല. മറ്റൊരു തരുണ്ട് ഓൻ 10 കുലിശയും കതീർ ചെല്ലാൻ ഇരിക്കൂല. പക്ഷെ ഒരു ഉറപ്പുണ്ട്, ഓൻ ആരോടൊന്നും പറയില്ല. ആരോടല്ലാതെ എൻ്റെ റബ്ബിനെ നോക്കിക്കോളും. ഈ വണ്ടി വിട്ടു. പാമ്പിൻ്റെ വളയെന്ന് നമ്മളെ കയ്യിലുള്ള പാമ്പല്ല. ഈ പാമ്പാകണം, അതിൻ്റെ ഉള്ളിൽ പാമ്പും കൂടി വേണം. എന്നിട്ട് ആ പാമ്പിനെ നിന്റെ സഹായിയായി ആ പാമ്പുണ്ടായാൽ അപ്പച്ചി രാജാവായി. പാമ്പിന്റെ വളയം കൊണ്ടാണ് കാര്യം. നമ്മൾ സുബ്ഹാനല്ലാഹ് ഉള്ളിലൊന്നുമില്ല. നമ്മൾ സുബ്ഹാനല്ലാഹ് പറയുകയാണെങ്കിലും അമോട്ടിന്റെ മകൻ അബ്ദുൽ ഖുദ്ദൂസാണ് നമുക്ക് പരിശുദ്ധൻ. കാരണം ഓൻ്റെ അടുത്ത് 10 ഉറുപ്പുണ്ട്. സുബ്ഹാനല്ലാഹ് പറയണം, അല്ലാഹു പരിശുദ്ധനാണ്. അല്ല പരിശുദ്ധനാണെങ്കിലും അമോട്ടിന്റെ മകൻ്റെ അടുത്ത് കാര്യം നടക്കുള്ളൂ. പരിശുദ്ധനൊക്കെ തന്നെ, പക്ഷെ കാര്യം നടത്തണമല്ലോ. എവിടെയാണ് പേച്ച്? നീ വർത്തമാനം പറയേണ്ട ആവശ്യം തന്നെയില്ല. ക്ലാസ് കഴിഞ്ഞു. അള്ളാഹിനെ മനസ്സിലാക്കാതെ ഒറ്റ പണിയെടുത്തും കാര്യമില്ല. അലക്കി തെച്ച വർത്താനൊന്നും അള്ളാഹിനോട് കാര്യമില്ല. അള്ളാഹ് നമ്മുടെ സ്നേഹിതനാണ്. ഒരു കാര്യം അള്ളാഹിനോട് കാര്യം എന്ന് പറഞ്ഞു നോക്കാം. ആരുമില്ലാതെ അന്ന് തീരുമാനം ഉണ്ടാവും. അന്ന് തീരുമാനം ഉണ്ടായിരിക്കും. കരഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് സഹിക്കാൻ കഴിയില്ല. കാരണം അള്ളാഹ്ക്ക് അത്ര ഇഷ്ടമാണ്. ഭാര്യയാരുണ്ടാവും, ഉണ്ടായിരിക്കും. മനസ്സിലായില്ലേ? ചിന്തിക്കണം, ചിന്തിക്കുക. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ഉണ്ടാവണം. നന്നാവലിന്റെ രസന്തരം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അള്ളാഹ് ചങ്കയൊക്കെ എന്നാൽ നന്നായി. 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ല. 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് അള്ളാഹു അല്ലാതെ ഇലാഹ ഇല്ല എന്ന് ഒരു വട്ടം പോലും ചിന്തിച്ചില്ല. അതാ ഞാൻ പറഞ്ഞ പാമ്പിന്റെ വളം. മനസ്സിലായില്ലേ? ചിന്തിക്കുന്നു. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? ലാ ഖാദിറ ഇല്ലല്ലാഹ്, ലാ നാസിറ ഇല്ലല്ലാഹ്, ലാ റസാഖ ഇല്ലല്ലാഹ്, ലാ വകീല ഇല്ലല്ലാഹ്, ലാ മുഈന ഇല്ലല്ലാഹ്,
ലാ റാഹിമ ഇല്ലല്ലാഹ് ലാ റഹീമ ഇല്ലല്ലാഹ് ലാ സമീഅ ഇല്ലല്ലാഹ് ലാ ബസീറ ഇല്ലല്ലാഹ്. ഇതൊക്കെ ഉണ്ടല്ലോ എന്തിൻ്റെ ഉള്ളിൽ കോടാനക്കോടി ആശയങ്ങൾ കണ്ട് ഫിറ്റാക്കി കിടന്നിക്കുക അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ ബളം മാത്രം എടുത്താലോ സത്യല്ലേ? അതൊക്കെ അതിൻ്റെ ഉള്ളിലില്ലേ? എന്താ ഇലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ നാസിറ ഇല്ലല്ലാഹ് അല്ലാഹുവിന് സഹായവുമില്ല. ലാ സമീഅ ഇല്ലല്ലാഹ് യഥാർത്ഥത്തിൽ എന്നെ കേൾക്കുന്നവൻ അല്ലാഹു അല്ലാതെ വേറെ ഒരാളുമില്ല. ലാ ബസീറ ഇല്ലല്ലാഹ് എന്നെ കാണുന്നവൻ അല്ലാഹു അല്ലാതെ വേറെ ഒരാളുമില്ല. പലരും കാണുന്നില്ലേ? ഒരു കണ്ടിട്ട് എന്താ കാര്യം? മരിക്കാൻ കിടക്കണോ ഡോക്ടർ കാണണ്ടേ? നിങ്ങളൊക്കെ കണ്ടിട്ട് കാര്യം? ഒരുത്തനെ മരിക്കാൻ വേണ്ടി ശ്വാസം അങ്ങനെ തിങ്ങുന്നുണ്ട്, ശ്വാസം മുട്ടാണ്. ആ നേരത്തെ ആശുപത്രിയിലുള്ളവരൊക്കെ വളഞ്ഞു. അപ്പൊ എന്താ അവിടുത്തെ വാർഡൻ പറയാം? അവിടുത്തെ വാർഡൻ, ആ ആശുപത്രിയിലെ വാർഡൻ ഇപ്പൊ എന്താ പറയും? നിങ്ങൾ എങ്ങനെ പൊതിഞ്ഞിട്ട് എന്താ കാര്യം? ഡോക്ടർക്ക് വരണ്ടേ? അതായത് നിങ്ങൾ 100 ആൾ പൊതിഞ്ഞിട്ട് ഓനൊരു കാര്യവും പറയാം. മനുഷ്യന്മാരെ, നിങ്ങൾ 100 ആൾ പൊതിഞ്ഞ് നിന്നിട്ട് ഇവര് കാര്യമൊന്നും ഇല്ല. നിങ്ങൾ ആരും പൊതിയണ്ടേ? ആ മനുഷ്യൻ വന്ന ഓന്റെ ദിനം മാറും. ഇല്ലാ സമീഅ ഇല്ലല്ലാഹ് എൻ്റെ അർത്ഥം വെച്ചോക്കാം. നിങ്ങളെല്ലാവരും എൻ്റെ വാക്ക് കേട്ടിട്ട് എനിക്കൊരു കാര്യമില്ല. കാര്യം ഉണ്ടാവുന്ന നിലയിൽ കേൾക്കുന്നവൻ ഇയ്യുള്ളൂ. അതല്ലേ ഇതിൻ്റെ അർത്ഥം? പറയും മനുഷ്യന്മാരെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇത് വളരെ ചിന്തിക്ക് പറയുന്നത്. ലാ ബസീറ ഇല്ലല്ലാഹ് ലാ ബസീറ ഇല്ലല്ലാഹ് എന്നെ കാണുന്നവൻ അല്ലാഹു അല്ലാതെ വേറെ ഒരാളും ഇല്ല. എന്താ അർത്ഥം? വേറെ ആളും കണ്ടിട്ട് കാര്യമില്ല, അല്ലാഹുവിന്റെ കാര്യമുള്ളൂ. ലാ റസാഖ ഇല്ലല്ലാഹ് ഭക്ഷണം തരുന്നവൻ അല്ലാഹു അല്ലാതെ വേറെ ഒരാളും ഇല്ല. ഒന്നുമില്ല, ആരുമില്ല. ഓൻ്റെ ഒപ്പണ്ടേനും ഉനഹനു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ് അവൻ എൻ്റെ കണ്ടനാടിയേക്കാൾ എൻ്റെ കൂടെ. എന്തു തരാൻ ഇതും തരും. അത് യഥാർത്ഥമായിട്ടുള്ള കൂടെ അള്ളണ്ട് എന്നവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ അവർക്ക് എന്തു നടന്നു? എന്തുകൊണ്ട്? അവരുടെ ജലീസ് റബ്ബാണ്, അവർ റബ്ബിന്റെ ദാക്കിറാണ്. നമ്മൾ പാമ്പിന്റെ വളയാണ്. നമ്മൾ ഇക്രല്ലേ? ഇക്രലുണ്ട്, ദാക്കിർ നമ്മളെ പറ്റി പറയാൻ പറ്റില്ല. കാരണം നമ്മളെ കൽബിലാരില്ല, പറയാൻ ആരില്ല. എന്തായി മനസ്സിലാവണില്ല നിങ്ങൾക്ക് പറഞ്ഞത്? നന്നാവണമെങ്കിൽ കൽബിൽ ആര് വേണം? അല്ലാഹ്. അതന്നെ. പിന്നെന്തിനു പേടിക്കണേ? എന്ത് പേടിക്കണം? എന്തിനു പേടിക്കണം? ആരെ പേടിക്കണേ? ആരെ പേടിക്കണേ? നിന്നെ ഒരാൾ കൊന്നാലും നീ അവന്റെ കൂടെയാണ്, നിന്നെ കൊന്നിട്ടില്ലെങ്കിലും അവന്റെ കൂടെയാണ്. നിന്നെ ഒരാൾ കൊല്ലുന്നവരെയും അവൻ നിന്റെ ശല്യക്കാരനാണ്. നിന്നെ ഒരാൾ കൊന്നാൽ നീ കൂട്ടുകാരന്റെ മാത്രം കൂടെയാണ്. ഓഹോ, അവനെ കൊല്ലല്ലേ? കൊല്ലാൻ വരുന്നുണ്ട് പറഞ്ഞാൽ ഒരു സംഘം പണ്ഡിതന്മാരെ ഒരു രാജാവ് കൊല്ലാൻ തീരുമാനിച്ച കാര്യം കീമിയൗസാദയിൽ ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്. ഒരു സംഘം പണ്ഡിതന്മാരെ നേര് പറഞ്ഞതിന് വേണ്ടി രാജാവ് കൊല്ലാൻ തീരുമാനിച്ചു. കൊല്ലാനുള്ള വാളുകൊണ്ട് തല വെട്ടാനുള്ള ആളെ രാജാവ് വിളിച്ചു. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു പണ്ഡിതൻ എടുത്തു ചാടി. ഈ വാളിന് മുന്നിൽ എടുത്തിയാടി. എന്തിനേശു വാളിന്റെ മുന്നിൽ എടുത്തിയാടിയേ? എന്തിനാണ് താങ്കൾ വാളിന്റെ മുന്നിലേക്ക് എടുത്തു ചാടിയത്? എന്തിനാണ് എന്ന് ചോദിച്ചു. മനസ്സിലായില്ല. ഒരു സംഘം പണ്ഡിതന്മാരെ ഒരു രാജാവ്, ഈ പണ്ഡിതന്മാർ രാജാവിന്റെ മുന്നിൽ നേര് പറഞ്ഞു എന്ന കാരണത്താൽ രാജാവ് കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ കൊല്ലാനുള്ള വാളുകൊണ്ട് ആരാച്ചാരോട് വരാൻ പറഞ്ഞു. അപ്പോൾ ഈ പണ്ഡിതന്മാരെ കൂട്ടത്തിൽ ഒരാൾ വാളിന്റെ മുന്നിലേക്ക് എടുത്തു. അപ്പൊ നിങ്ങളെ ഞാൻ വിളിച്ചിട്ടില്ലല്ലോ, നിങ്ങളെന്തിനാ ആദ്യം ഇങ്ങനെ വന്നു വെച്ചു? അപ്പോൾ പറഞ്ഞു, അള്ളാഹ്ക്ക് വേണ്ടി മരിക്കല്ലേ, അപ്പൊ ആദ്യം ഞാൻ മരിക്കണം, എനിക്കതാ ഇഷ്ടം. രാജാവ് ചോദിക്കാറോ? അങ്ങനത്തെ മനുഷ്യന്മാരെ ഞാൻ പോലില്ല. നിങ്ങൾ പറഞ്ഞ മനസ്സിലായില്ല. അള്ളാഹ്ക്ക് വേണ്ടി മരിക്കണം,
ഇപ്പം ഞാൻ ഇവിടെയാണെങ്കിലും അള്ളാൻ്റെ ഒപ്പാണ്, ഇവിടുന്ന് പോയാലും അപ്പം ആദ്യം എനിക്ക് അള്ളാൻ്റെ അടുത്ത് എത്തണം, മറ്റു പിന്നെ വന്നാൽ മതി. അതുകൊണ്ടാണ് മറ്റൊരു തല ആദ്യം പൊട്ടിയിട്ട് ഒരു അള്ളാൻ്റെ അടുക്കൽ ആദ്യം എത്തും എന്നുള്ളൊരു വിഷമം കൊണ്ടാണ് ആദ്യം ഞാൻ എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇവർ നല്ലവരാണ്, ഇവരെ തടയാൻ പറ്റൂല. അതായത് തലോട്ടി എനിക്കെന്താ അതെന്തൊക്കെ ബദർ യുദ്ധത്തിലേക്ക് പോകുന്ന ആരെങ്കിലും ശത്രുക്കൾ തലവിട്ടോ എന്ന് പേടിച്ചിനോ? നാളെ മറ്റന്നാ ബദറല്ലേ. ബദർ യുദ്ധത്തിലേക്ക് പോകുന്ന ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ എഴുതിനോ ഞങ്ങൾ തലവെട്ടിയാലോ ഞങ്ങൾ എന്താക്കും അങ്ങനെ പറഞ്ഞിനോ? തലവെട്ടാനാണല്ലോ സാഹചര്യം. കാരണം ഇവരുടെ കയ്യിൽ വാളുമില്ല, ഇവർ കുറച്ചാളേ ഉള്ളൂ, മറ്റവർക്ക് സർവ്വസന്നാഹത്തോടെ ഇങ്ങോട്ട് വരികയാണല്ലോ. എന്തുകൊണ്ട്? അവർക്ക് ആരുണ്ട്? അള്ളാഹ് ഞങ്ങന്മാരാണ്. അവർക്ക് എന്താണ് ഇവിടേക്ക് നിനക്ക് സുഖം അതുപോലല്ലേ? എന്താണ്? അപ്പം നമ്മൾക്ക് രണ്ടാം തീരുമാനിക്കാം, നന്നാവും ചെയ്യാം, ഒരിക്കൽ നന്നാവില്ല. എഴുതിച്ചില്ല. അന്ന് നിങ്ങൾ ഇത് ഈ ബോധമില്ലാതെ നന്നായ ഒരാളെ പേര് നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാൽ അന്ന് ഈ പണി ഞാൻ നിർത്തും. ഒരു ദിക്റിൽ നന്നാവില്ല. ദിക്റാണല്ലോ, കൂലി കിട്ടിയും കിട്ടും, അള്ളാഹുമായ ഫضലുണ്ട്. ഇത് നന്നാവില്ല. പക്ഷെ നന്നാവണമെങ്കിൽ കൽബിൻ്റെ ഉള്ളിൽ ആര് വരണം? അള്ളാഹു. പിന്നെ ദിക്ർ ചെല്ലിയിലും വേണ്ട, എൻ്റെ ശ്വാസം മുഴുവൻ ദിക്റായിരിക്കും. അള്ളാഹു കൂട്ടുകാരനാണെങ്കിൽ മനസ്സിലായില്ല. സക്കീനാനെ കിട്ടി, അവളെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവൻ്റെ ആവും പകരം സക്കീന 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 ഇടയ്ക്ക് ടം ടം എന്നുള്ള മുട്ടി നോക്കി. ഇപ്പം എത്രയും 463. ഓ 1000 എത്തിയിട്ടില്ലല്ലോ. സക്കീന 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 പറഞ്ഞിട്ട് മനസ്സിലായില്ല. വേറൊരുത്തൻ സക്കീന പറയുന്നവൻ സക്കീനാൻ്റെ എണ്ണം നോക്കുകയാണ്. മറ്റോന് രാവും പകലും ഓന് 1000 കഴിഞ്ഞാലും ഓൻ്റെ കൽബിൻ്റെ സക്കീന പോകില്ല. ഓൻ്റെ കൽബിന് സക്കീന എന്നല്ലാത്തൊരു ശബ്ദം തന്നെ ഇല്ല. ഒറ്റ ശബ്ദമേ ഉള്ളൂ, ഓൻ്റെ കൽബിന് സക്കീന. എന്താ ഒരു വ്യത്യാസം? നമ്മളെ പ്രശ്നം അതാണ്. നമുക്ക് എണ്ണം കണക്കാക്കണം. എണ്ണം തെറ്റല്ല. അത് എത്തിച്ച് നാളെ നിങ്ങളെ കഴിഞ്ഞാലും പറഞ്ഞാൽ അതൊക്കെ ഞാൻ ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതല്ലോ. പിന്നെ ആ സുബൈൻ്റെ മുമ്പുള്ള ദിക്റിൽ നിങ്ങൾ പറഞ്ഞത് റഹ്മാനി എന്നാണോ റഹ്മാനു എന്നാണോ അത് തിരിഞ്ഞില്ല. ആദ്യം പറഞ്ഞിട്ട് അപ്പോഴൊക്കെ എൻ്റെ ചിന്ത എന്താ? എൻ്റെ ചിന്തയിൽ എന്താണ്? ഗൾഫ് പോയവൻ്റെ പൈസ എത്തിയില്ലല്ലോ എന്നാണ് എൻ്റെ ചിന്ത. ഗൾഫ് 2ാം വട്ടം അറബിയൊക്കെ വിളിച്ചിട്ട് കയറിയില്ലല്ലോ എന്നാണ് ചിന്ത. എൻ്റെ മനസ്സിൽ അറബിൻ്റെ മുഖമാണ്. ഇത് 1000 സലാത്തില്ലേ, സലാത്തിന് കൂലിട്ടല്ലേ എനിക്കറിയില്ല. അത് അള്ളാഹിനോട് ചോദിച്ചാൽ നീ സലാത്ത് ആരെ ചെല്ലിയോ ആ ആളെൻ്റെ കൽബിൽ ഒരിക്കലും പോലും വന്നിട്ടില്ല. മുത്ത റസൂലുള്ളാഹ്. ഞാൻ 1000 സലാത്തില്ലത് എന്തിനു വേണ്ടിയാണ്? അറബി എന്നെ ഒന്ന് വിളിക്കണം. വിളിച്ചിട്ട് പോകുമ്പോൾ പണി ഉറപ്പാണ്. ഒരു വട്ടെങ്കിലും മക്കത്തും മദീനത്തും 63 കൊല്ലം ജീവിച്ച മനുഷ്യൻ എൻ്റെ കൽബിൽ വന്നതന്നല്ല. സല്ലല്ലാഹു അലൈഹി ഇടക്കിടക്ക് നോക്കും. 732. ഓ ഇനിയിപ്പോൾ കുറച്ചും കൂടി ചെല്ലാണ്ടല്ലോ. 1000. ഓ നല്ലതന്നെ. ഈ മനുഷ്യൻ എൻ്റെ കൽബിൽ ഒരിക്കൽ പോലും ഒന്നില്ല. എനിക്ക് ഇത് 21 ദിവസം ചെല്ലിയാൽ അറബി വിളിക്കുന്ന മറ്റേ മൂല്യരെത്ത് എന്നപ്പോൾ പറഞ്ഞു. മൂല്യർക്ക് 500 രൂപയും കൊടുത്തു. എൻ്റെ അറബി വിളിക്കുന്നില്ല ഉസ്താദെ. എൻ്റെ അറബി തന്നെ വിളിക്കണം, എന്നാണ്ട് വിളിക്കണം. കുഞ്ഞുമഹമ്മദ് ഹാജി നാളെ തന്നെ കയറിക്കോ. എന്താ താഴെ أنا في أرسل فيزا. أنت في تذكرة؟ أنا في أرسل تذكرة ما في مشكلة. എന്ന് പറയണം. ആര്? അറബി. അതിനെന്താ ചെയ്യുക ഉസ്താദ്? അപ്പോൾ ഉസ്താദ് മറ്റേ കിതാബ് പാൽ കിതാബിൻ്റെതല്ല, ആ കിതാബ് നോക്കിയിട്ട് ഒരു എഴുതി. പാൽ കിതാബ് മറ്റേതൊക്കെ നോക്കി അങ്ങനെ അവിടുന്ന് പരോപകാരം നമ്മൾ കോഴിക്കോട് അൽവ ബസാറിൽ വെക്കണ ഒരു കിതാബുണ്ട്, ആ കടുത്ത് നോക്കി അത് എഴുതി തന്നു. 4 വരി. ഇത് ചെയ്തു ദിവസം തഹജ്ജുദ് നിസ്കരിച്ചാൽ ചെല്ലിക്കള അറബിനെ വിളിക്കും. അത് 21 210 ദിവസം ചെല്ലിയാലും അറബി വിളിക്കൂല, ഉറപ്പായിട്ടും വിളിക്കൂല. 21 ദിവസം കഴിഞ്ഞ് അപ്പൊ 30 500 രൂപ കിട്ടി. 30 കഴിഞ്ഞാലും കാര്യം കിട്ടി. അന്നത്തെ മീനും ഇറച്ചിയായി മാർക്കും 30. 21 ദിവസം കഴിഞ്ഞ് 22 23 24 കഴിഞ്ഞ പൈസ പോയി 30 അടുത്ത്. സാറേ വിളിച്ചിട്ടില്ലല്ലോ.
വിളിച്ചിട്ടില്ല എന്ന് എങ്ങനെ അങ്ങനെ ഉറപ്പിച്ച് പറയണത്? ഇഷ്യൂ ഫോണെടുത്തിട്ടുണ്ടാകില്ലോ, അല്ലെങ്കിൽ ലൈന് ക്ലിയർ ഉണ്ടാവില്ല. ഇപ്പം പലസ്തീൻ്റെ ഒക്കെ വലിയ പ്രശ്നമായതുകൊണ്ട് ലൈനൊന്നും ക്ലിയർ ഇല്ല. മനസ്സിലായില്ലേ എന്തുകൊണ്ട് വരി അള്ളാഹിനെ റസൂലിനെ പറ്റിയുള്ള വരിക? അള്ളാഹ് റസൂല് ഒരിക്കൽ പോലും ഈ ആലോചിച്ചിട്ടില്ല. നിന്റെ കൽബിൽ ആരാള്? നിന്റെ കൽബിൽ ആരാള്? കമ്പനി, അറബി കമ്പനിയിലെ മാനേജർഷിപ്പ്, അവിടുന്ന് 3500 4500 റിയാൽ ശമ്പളം. അവിടേക്ക് പോയി കഴിഞ്ഞാൽ പെണ്ണുങ്ങളെയും കൊണ്ടുപോകാം. പിന്നെ 2 മാസത്തെ ശമ്പളം കിട്ടിയാൽ പെണ്ണുങ്ങളെ കൊണ്ടുപോകാം. പിന്നെ കാർ എടുക്കാം. പിന്നെ ഒരു 5 മണിക്കൂർ ഡ്യൂട്ടി, 8 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞാൽ 4 മണി കഴിഞ്ഞാൽ ഓളയും കൊണ്ട് കാറിലിങ്ങനെ വിറപ്പിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് ബീച്ചിൽ കൂടി ഇങ്ങനെ പോകാം. ഷവർമ ഇങ്ങനെ തിന്നാം, അൽബേക്ക് ഇങ്ങനെ തിന്നാം. അതിനാണ് ഈ 1000 സ്ഥലത്തില്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ നിന്റെ കൽവിലുണ്ടായില്ല, അള്ളിണ്ടായില്ല. മനസ്സിലാണ്ട് പറഞ്ഞത് തന്നെ. ഇതൊക്കെ വളരെ ചിന്തിക്കണം നമ്മൾ. അപ്പൊ എന്താണ്? നന്നാവണമെങ്കിൽ അള്ളാഹിനെ ചങ്ങയാക്കണം. ഇനി ഇത് ഞാൻ പറയില്ല, ഒരല്പം പറഞ്ഞാൽ അവസാനിപ്പിക്കുവാക്കി നാളെ പറയാം. ഇതിൻ്റെയൊക്കെ ഹെഡിങ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്തുകൊണ്ട്? ഇതൊന്നും പറയാനൊരവസ്ഥയും ഇല്ല. ഇപ്പം നിങ്ങളെ കൽബിൽ കയറിയെന്നോ എനിക്കോട്ട് മനസ്സിലായിട്ടുമില്ല, നിങ്ങളെ തന്നെ എനിക്കോട്ട് പിടിച്ചിട്ടുമില്ല. കൽബ് കയറിയെന്ന് എനിക്കോട്ട് മനസ്സിലായിട്ടുമില്ല. ഇമാം ഗസാലി പറയാണ് റളിയല്ലാഹു അൻഹു തന്റെ ബിദായത്തുൽ ഹിദായയിൽ പറയുകയാണ്. തന്റെ ബിദായത്തുൽ ഹിദായ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഗസാലി തങ്ങൾ പറയുകയാണ്, അന്ന സ്വഹാബക അല്ലദീ ലാ യുഫാരിഖുക, അന്ന സ്വഹാബക യഅലം, മനുഷ്യ നീ പഠിച്ചോ, മുഅ്മിനായ മനുഷ്യ പഠിച്ചോ, അന്ന സ്വഹാബക നിന്റെ ചങ്ങാതി, നിന്റെ കൂട്ടുകാരൻ, അല്ലദീ ഒരു കൂട്ടുകാരൻ, ലാ യുഫാരിഖുക ആ കൂട്ടുകാരൻ നിന്നോട് വിട്ടു പിരിയുകയില്ല, ഫി ഹളരിക നിന്റെ ഹളറിലോ, ഫി സഫരിക നിന്റെ സഫറിലോ, നീ നാട്ടിലാണെങ്കിലും കൂടെ ഉണ്ടാവും, യാത്രയിലാണെങ്കിലും കൂടെ ഉണ്ടാവും. അങ്ങനത്തെ കൂട്ടുകാരൻ. പിന്നെ നിന്റെ ഉറക്കിലും നിന്റെ ഉണർച്ചയിലും. ഞാൻ പെണ്ണുങ്ങളും കൂടി ഉറങ്ങാൻ കിടന്നു. 1-2 വർത്താനം പറയുമ്പോ പിന്നെ കേട്ടത് എനിക്ക് ഉറക്കോട്ട് വന്നിട്ടില്ല. ഒളിങ്ങനെ വലിയോട് വലിയ. അപ്പൊ എന്താലോചിക്ക, വല്ലാത്ത നമുക്കായി പോയി. ഞാൻ ഈ ജാതി സാധനമാണ് നമുക്ക് തരാൻ. ഓള് പായിലാണ് ഓളോടൊക്കെ കിടന്നത്. ഓളുറങ്ങി. നീ 10 അടി അടിച്ചാൽ ഓള് എണീക്കൂല. അവസാനം ഇസ്രായേൽ വരുന്ന നേരത്ത് കുറച്ച് വെള്ളം കൊണ്ടുവരുവാൻ പറഞ്ഞോളെയൊന്നും ഓളോടുണ്ടായിരുന്നില്ല. അതേ സമയത്ത് ഒരുത്തി ഗൾഫിൽ പോയതാൽ ഭർത്താവ് 2 കൊല്ലം മുമ്പ് ഭർത്താവ് വന്ന് തിരിച്ചു വന്ന് അവളുമായി സംസാരിച്ച് സല്ലപിച്ച് പിന്നെ ഓള് ഒപ്പരം ഉറങ്ങാൻ കിടന്നു. ഓള് ആ രാത്രി മുഴുവൻ ഉറങ്ങിയില്ല. എൻ്റെ മുപ്പനെ മുടിയിലോട് തലോടി, മുപ്പറ കണ്ണ് നോക്കി, കാല് നോക്കി, കൈ നോക്കി. ഓളങ്ങനെ തരുന്നു. തല കൈ കൊണ്ട് പിടിച്ച് നെഞ്ചി പിടിച്ച്. മറ്റോളം മുപ്പര് ഉറങ്ങി. മുപ്പര് മാറ്റൊന്നും ഉറങ്ങിയിട്ടില്ല. ആ ക്ഷീണത്തിൽ നേരം പൊളുക്ക് പോകും. നിനക്ക് മനസ്സിലായി, സുബയോപ്പം മനസ്സിലായി എന്ത് ഓള് ഇന്നലെ രാത്രി മുഴുവനും ഉറങ്ങിയിട്ടില്ല, എന്നെ നോക്കി കുത്തിരിക്കുകയാണ്. എങ്കിൽ ഓളോടുള്ള സ്നേഹത്തിലുണ്ടാവും, എങ്കിൽ റബ്ബിനോട് സ്നേഹത്തിലുണ്ടാവണം. റബ്ബ് ഉറങ്ങാതെ നിന്നെ നോക്കുക. നീ ഉറങ്ങിക്കൊണ്ടും ഉണർച്ചയിലും ഓനെ നോക്കണനല്ല. പിന്നെ നിങ്ങൾ തമ്മിൽ തെറ്റുമല്ലേ? ഇപ്പം നമ്മൾ തമ്മിൽ തെറ്റിക്കണമല്ലേ? അപ്പം അത് നമ്മൾ മുണ്ടാണോ തെറ്റാണോ പറയും. നമുക്ക് ഇടയിൽ ഒരാളെ കൊണ്ടാണ് ഞാൻ പഠിച്ചോനെ നമ്മൾ കൈ കൊടുത്താൻ തരാൻ പറയണം. എന്ത് കഴിഞ്ഞു, നീ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, നീ സാരല്ല, നീ തെറ്റൂല. ഇപ്പം നമ്മൾ ആരോട് തെറ്റിക്കൊണ്ട ചെങ്ങായിനോട് തെറ്റിയാൽ പിന്നെ അങ്ങനെയാണല്ലോ, പിന്നെ വിട്ടല്ലോ. അള്ളി നമ്മൾ എന്താ ബന്ധം? ഇബാദത്തന്മാരെ 20 റക്അത്ത് തറാവി കുറഞ്ഞു പോയതിൽ 40 റക്അത്ത് ആകാത്തിലുള്ള ഇടങ്ങേറ് കൊണ്ട് വന്നിരിക്കുന്നവരെ, നിസ്കരിച്ചിട്ട് തല നെറ്റി മണ്ണിൽ കുത്തിയിട്ടും പൂതി തീരാത്തവരെ, പോത്തിൻ്റെ ബുദ്ധിയും കൊണ്ട് രാവിലെ വന്നിരിക്കണവരെ, അല്ലെങ്കിൽ തന്നെ എനിക്കൊരു പേരുണ്ട്, മുന്നിരിക്കുന്നവരെ ചീത്തറിയുന്ന ആളാണ്. ആയിക്കോട്ടെ, നിങ്ങൾ സൗകര്യം വന്നാൽ മതി. അതിലൊന്നാം നേതാവ് ഞാൻ തന്നെ, 8 ഉണ്ട്, അത് ഞാൻ തന്നെയാണ്.
റബ്ബേറ്റ് അവന് ബന്ധമുണ്ടോ? أن صاحبك الذي لا يفارقك في حضرك وسفرك ونومك ويقظتك നീ ഉറങ്ങാണെങ്കിലും അവൻ നിന്നെ നോക്കിക്കൊണ്ടേയുണ്ട്, നീ ഉണർച്ചയിലാണെങ്കിലും അവൻ നിന്നെ നോക്കിക്കൊണ്ടേയുണ്ട്. ഫുൾ ടൈം. നിന്റെ ജീവിതം മുഴുവനും അവന്റെ കണ്ണ് നിന്റെ മേലുണ്ട്. നിന്റെ മരണമാണെങ്കിലും അവന്റെ കണ്ണ് നിന്റെ കൂടെയുണ്ട്. എന്തുകൊണ്ട്? അവന് നിന്നെ അത്ര ഇഷ്ടമാണ്. ഈ അങ്ങോട്ട് പോകില്ല. അവൻ നിന്റെ റബ്ബാണ്. നന്നാണോ? ബിദായത്തുൽ ഹിദായ. ഹിദായത്ത് എവിടെ നിന്നും തുടങ്ങുന്നു എന്നാണ് ഈ കിതാബിന്റെ പേര്. എന്ത് പറഞ്ഞല്ലേ? എന്താ കിതാബിന്റെ പേരെന്താ? ബിദായത്തുൽ ഹിദായ. ഹിദായത്ത് എവിടെ നിന്ന് തുടങ്ങുന്നു? എവിടെ നിന്ന് തുടങ്ങുന്നു? നീ നിന്റെ റബ്ബിനെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് മുതൽ നിന്റെ ഹിദായത്ത് തുടങ്ങുന്നു. വൈകുന്നേരം സലാത്തിലൊരു കാര്യമില്ല. സലാത്തിന് കൂലി കിട്ടുമല്ലേ? അള്ളാഹുവിനോ അറിയില്ല. ചെല്ലിക്കോ, കൂല കിട്ടും. ചെല്ലിങ്ങോണ്ടിരിക്കുന്നിടയിൽ വേറെ തന്നെ വേറെ കേട്ടു ഒരു നിരീശ്വരവാദിന്റെ അങ്ങോട്ട് പോകും. തിരിഞ്ഞില്ല. 5 വക്ത് നിസ്കരിക്കുന്നവന് എല്ലാ ദിക്ർ സമ്മേളനത്തിന് മുന്നിൽ നിന്ന് നിന്നോന്. അതിന്റെ ഇടയിലാണ് ഓൻ എന്ത് ചെയ്തു? ഏതോ ഒരു നിരീശ്വരവാദിയുടെ അല്പപ്രസംഗം കേട്ടു. അപ്പൊ എന്റെ മനസ്സിൽ ഹലനായി. പിന്നെ ഇതൊക്കെ നിർത്തി അങ്ങോട്ട് പോയി. എന്തുകൊണ്ട്? ആർക്കാണോ നിസ്കരിച്ചത് ആ റബ്ബിനെ പറ്റി ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. പിന്നെന്താ എളുപ്പത്തിൽ പോലെ. അതേ സമയത്ത് അള്ളാഹിനെ കൂട്ടുകാരനാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനേക്കാളും വലിയ കൂട്ടുകാരനെ കിട്ടാല്ലാത്തത് കൊണ്ട് എവിടേക്കും പോകില്ല. ഇന്നത്തെ മനുഷ്യൻ രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരം കാഫിറാകാനും വൈകുന്നേരം മുഅ്മിനായവൻ രാവിലെ കാഫിറാകാനുമുള്ള കാരണം എന്താണ്? മുഅ്മിനാണെന്ന് വിചാരിച്ച് നടന്നിരുന്ന കാലത്തും അവൻ മുഅ്മിനായിരുന്നില്ല. ദാക്കിറാണെന്ന് വിചാരിച്ച് നടന്ന കാലത്തും യഥാർത്ഥത്തിൽ അവൻ ദാക്കിറായിരുന്നില്ല. അവൻ റബ്ബിനെ ഓർത്തിട്ടന്നില്ല. അവനാ എണ്ണം കഴിഞ്ഞിട്ട് കിട്ടുന്ന ലാഭം മാത്രമേ ആലോചിക്കുള്ളൂ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. അവരൊറ്റ വാക്കാൻ ആലോചിക്ക്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. എനിക്ക് എൻ്റെ റബ്ബ് മതി. ഇത് ചെല്ലണ നമുക്ക് എന്തെങ്കിലും റബ്ബി മതി എന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മൾ ഈ ചെല്ലൊക്കെ നുണയല്ലേ? അതൊക്കെ അത് ചെല്ലിയ ആളുകൾ പറഞ്ഞ പോലെ ഒരേനെ പറ്റിയ ആളുകളുമാണ്. നമുക്കെന്താ ഹസ്ബി റബ്ബി? ഹസ്ബി റബ്ബി അതിനർത്ഥം എനിക്കിൻ്റെ റബ്ബ് മതി. അത് മൊയ്തീൻ ശേഖരി ഫൈസക്ക് പറഞ്ഞ അർത്ഥാന. എനിക്കെൻ്റെ റബ്ബ് മതി. നമുക്കോ റബ്ബ് മതി എന്നെങ്കിലും തോന്നിയിരുന്നു. ചിന്തിക്ക്. എന്തുകൊണ്ട്? ചിന്തിക്ക്. കടി ഉണ്ടാക്കി വെച്ചാൽ പീടിയിൽ കടി ഉണ്ടാക്കി വെച്ചാൽ 4 മണിക്ക് പിന്നെ കുറച്ച് ആളുകൾ വരുമ്പോൾ നിർബന്ധാവസ്ഥയിൽ നമുക്ക് കൊടുത്തുകൂടെ ഉസ്താദെ? ഒരു പണിങ്ങിപ്പോയാൽ ചിലപ്പോൾ പിന്നെ വന്നില്ലെങ്കിലോ? ഈ കൊല്ലം എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല. പീടിയിൽ എണ്ണക്കടി മറ്റൊക്കെ ഉണ്ടാക്കി വെക്കും. 4 മണിക്ക് പീടി തുറക്കും. നോമ്പ് തുറക്കാനായിട്ടില്ല. അപ്പോൾ കുറച്ച് ആളുകൾ വന്നാൽ നമുക്ക് കൊടുത്തുകൂടെ? അവൻ്റെ സ്ഥിരം കസ്റ്റമറാണ്. കാരണം പിന്നെ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഒരു പോയാൽ അപ്പുറത്ത് കുറ്റി പിടിക്കും, പിന്നെ വരൂല. ഇതിപ്പോൾ ഇന്ന് നേരമ്പഴത്തിൽ എത്ര വട്ടം ചൊല്ലി ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്? ഇതിനെ കുതിര ഇവിടെ നല്ല പറയും. എനിക്ക് എന്താ ഹസ്ബി റബ്ബി ഉണ്ടോ? ഹസ്ബി റബ്ബി ഉണ്ടെങ്കിൽ ഇത് ചോദിക്കൂലല്ലോ. നമുക്ക് പറയാൻ കഴിയുള്ളൂ. എന്ത് 4 നിമിഷം ഇവിടെ വെക്കുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ അപ്പുറത്ത് പോകും. എന്നാ ചോദിക്കും. മനസ്സിലായില്ല. ഹസ്ബി റബ്ബില്ലാത്തതുകൊണ്ടാണല്ലോ എന്ത് ഹസ്ബി അമ്മൂട്ടി എന്ന് തോന്നിയത്. ഹസ്ബി അമ്മൂട്ടി, എനിക്ക് അമ്മൂട്ടിൻ്റെ കസ്റ്റമർ മതി. നമ്മൾ ഹസ്ബി റബ്ബിൻ തൊള്ളിയിലും ഹസ്ബി അമ്മൂട്ടി ഔറാൻകുട്ടി മാധവൻ കൃഷ്ണൻ എന്ന ഹൃദയത്തിലാണ്. ഓലുണ്ടെങ്കിൽ നമ്മൾ ഏർപ്പാട് നടന്നു പോകും. അതാണ് മനസ്സിലായി. ഹസ്ബി റബ്ബിയോ തൊള്ളിയിൽ. നമ്മൾ തൊള്ളിയിലാണ്. നമ്മൾ സ്ഥാനാർത്ഥിന്റെ കൂടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ നമ്മൾ സ്ഥാനാർത്ഥിന്റെ പിന്നാലെ നടന്നു. സിന്ദാബാദ് സിന്ദാബാദ്, ഞങ്ങളെ സ്ഥാനാർത്ഥി സിന്ദാബാദ്.
1926 അത് മറ്റൊന്ന് കുത്തി. നമ്മളെ റബ്ബി ഇത്രയേ ഉള്ളൂ. മനസ്സിലായില്ല? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അന്ന് മുതൽ നമ്മളെ സ്ഥാനാർത്ഥികളെന്ന് കാണാൻ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഈ കാറിന് തൊട്ട് പിറകിൽ മറ്റൊരു കാറിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നപ്പോ ഓന്റെ മുഖം ഒന്ന് കാണാൻ വേണ്ടി നമ്മൾ യാസീനോ തിന്നുന്നതാ. പിന്നെ കൊടിയൊടിക്കലും കൊടിയെടുക്കലും കുത്തലും സിന്ദാബാദ് സിന്ദാബാദ് ഞങ്ങളെ സ്ഥാനാർത്ഥി സിന്ദാബാദ് എന്നൊക്കെ പറഞ്ഞു. നമ്മൾ തന്നെ ഏപ്രിൽ 26 പോളിംഗ് ബൂത്ത് തുറന്നപ്പോ നമ്മളെ ഹൃദയത്തില് മറ്റേ സ്ഥാനാർത്ഥിയ ഓന കുത്തിയത്. അപ്പൊ ഈ എസ് റബ്ബിയോ പുറത്തറിയണ്ട. നമുക്ക് ഞാൻ തുടങ്ങിയതുകൊണ്ട് നിർത്താതിരിക്കണം. സത്യൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സത്താർ ആദൂർ എന്ന നോബൽ സമ്മാനം എന്താ ഗിന്നസ് ബുക്കിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു ചെറുകഥാകൃത്തുണ്ട്, സത്താർ ആദൂർ. അവൻ്റെ ഒരു ചെറുകഥാ സമാഹാരം അവൻ എനിക്ക് അയച്ചു തന്നിരുന്നു. നമ്മളൊരു നല്ല മനുഷ്യൻ, നല്ല കുട്ടിയാണ്, നല്ലവനാ സത്താർ ആദൂർ. അപ്പോൾ സത്താർ ആദൂരിൻ്റെ ഒരു ചെറുകഥ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഒരു ചെറുകഥ സമാഹാരം, ചെറിയ ഇത്ര 1.5 വരി കൊണ്ടുള്ള ഒരു കഥ. അങ്ങനത്തെ കുറേ കഥ. അത്തരം കഥകൾ ലോകത്ത് ഏറ്റവും കൂടുതൽ എഴുതിയ ആൾ സത്താർ ആദൂറാണ്. അതുകൊണ്ട് ഗിന്നസ് ബുക്കിൽ അവന് പേരുണ്ട്. അവൻ്റെ ഗിന്നസ് റെക്കോർഡുള്ള പുസ്തകം എനിക്ക് അയച്ചു തന്നിരുന്നു. അപ്പോൾ അതിലൊരു കഥ ഉണ്ട്. എന്താ കഥ? ഒരു വരിയുള്ളൂ കഥ. എന്താ കഥ? വോട്ടെണ്ണിയപ്പോൾ എന്റെ എതിരാളിയാണ് ജയിച്ചതെങ്കിലും വോട്ടിന്റെ തലേ ദിവസം ഇല എണ്ണിയപ്പോൾ ഞാനാണ് ജയിച്ചത്. ഇതാണ് ഒരു കഥ. വളരെ ചിന്തിക്കണ്ടേ. വോട്ടെണ്ണിയപ്പോൾ എന്റെ എതിരാളിയാണ് ജയിച്ചതെങ്കിലും വോട്ടിന്റെ തലേ ദിവസമുള്ള ഇല എണ്ണിയപ്പോൾ ഞാനാണ് ജയിച്ചത്. ഇതന്നെ നമ്മൾ എസ് ബി റബ്ബി തൊള്ളോണ്ട് നമുക്ക് എസ് ബി റബ്ബിയാണ്. നമുക്ക് മനസ്സിൽ എസ് ബി ഐ മൂട്ടീനാണ്. അക്കാലത്തോട് നന്നാവില്ല. ബിദായത്തുൽ ഹിദായത്ത് എവിടുന്ന് തുടങ്ങുന്നെന്ന് നിനക്ക് നിന്റെ റബ്ബിനെ പറ്റി ബോധമുണ്ടാവും. അവൻ നിന്റെ കൂട്ടുകാരനാണെന്ന് ബോധമുണ്ടാവുന്ന കാലത്ത് നിനക്ക് എന്ത് തുടങ്ങും? ഹിദായത്ത് തുടങ്ങും. അപ്പൊ നമുക്ക് ഹിദായത്ത് ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. നമ്മൾ വിചാരിക്കുന്നത് മയസറിന്ന് എന്നോട് പറയാൻ എന്ത് ജിപ്പനോട് പറഞ്ഞു, ഉസ്താദേ എൻ്റെ കാര്യമൊക്കെ കടാ. അപ്പോൾ ഞാൻ പറയാം, ഇത് വിചാരണ്ടടാ, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കാം. എൻ്റെ മനസ്സിലെന്താ എൻ്റെ അമ്മയിൽ കുറച്ചൊക്കെ കണക്ക് തരാണ്ടോ? അപ്പോൾ അവനോട് അപ്പോൾ സേന ചോദിച്ചത് സാറേ എൻ്റെ നോക്കണ്ടോ? ബേജാറുണ്ട്. എൻ്റെ അമ്മയിലൊക്കെ വെള്ളറച്ചെന്നെ എൻ്റെ ഓരോ അമലിനും ഇത് മലൻ്റെ അത്രയൊക്കാനും അവൻ തൂക്കിയത് താഴത്തേക്ക് ചാടണമൊക്കെ ചെടുത്തു. എനിക്ക് എന്നോട് അത്ര ഇഷ്ടം. എങ്ങനെയുണ്ട്? അല്ല നമ്മളെ അമലൊക്കെ തൂക്കിയാലും കുറച്ചൊക്കെ അങ്ങനെയുണ്ട്. തുലാസ് ചെറുതും അമല് വലുതും ആകണമെങ്കിൽ ഈ തുലാസ് കൂടി ഞാൻ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ എന്താവും? മനുഷ്യന്മാരെ പല കാലത്തുണ്ടായിരുന്നു അണ്ടി, നമ്മളെ കശുവണ്ടി അണ്ടി തൂക്കും. അപ്പൊ പാട്ടയിൽ വന്നിട്ട് തുലാസിന്റെ നീക്കം ചെയ്യുമ്പോൾ കുറെ അണ്ടി എന്താവും? താറ്റിക്കാവും. അപ്പൊ നമ്മൾ നേരത്തെ സൈനിനോട് പറഞ്ഞു, ഓനെ മൂത്തടുത്ത് പോകുമ്പോൾ ഒക്കെ ഒരുപാട് ചായയും കടിയും വാങ്ങി തന്നാണ്. അപ്പോൾ അവനോട് എന്ത് പറയും? ജോയിച്ചാറാണ്ട ഇന്ത്യയൊക്കെ കുറച്ചെടുക്കണ്ടോ? ആ തുലാസിന് ചാടനൊക്കെ ചെറുത്തോ? ജോയിച്ചാറാണ്ട. ഇതാ നമ്മൾ മനസ്സ്. തുലാസിലൊന്നുണ്ടാവോ? ഒരു ഹബാവ് മൻസൂറല്ലേ, വിതറപ്പെട്ട തൂളികൾ. അതായത് അതിന് യാതൊരു ഭാരവും ഇല്ല. മനസ്സിലായോ? അതിന് വിതറപ്പെട്ട തൂളികളാണത്. നമ്മളെ അമലുകള്. അതിനെ കനല്ല, പാമ്പിന്റെ വളയാണ്. പാമ്പയിലുണ്ടാവുമ്പോൾ 8-10 കിലോ ഭാരമുണ്ടാവും. വളക്കോ? എന്ത് മനുഷ്യന്മാരാണ്! പാമ്പയിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അതിന് 4 കിലോ 5 കിലോ തൂക്കം ഉണ്ടാവും. പാമ്പിന്റെ വളയാണെങ്കിലോ 100 ഗ്രാം ഉണ്ടാവും. നമ്മൾ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും ഒക്കെ പാമ്പിന്റെ വളയാണ്. കണ്ട പാമ്പിന്റെ മൂക്കുണ്ട്, കണ്ണുണ്ട്, വായുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ പാമ്പിന്റെ വളയാണ്.
എല്ലാം കൂടി ചുരുട്ടി കൂട്ടി തുലാസിലിട്ട 50 ഗ്രാം തികയില്ല. എന്നാ പാമ്പാണെങ്കിലോ 5 കിലോ ഉണ്ടാവും. ഇത് 50 ഗ്രാം തികയില്ല. അപ്പൊ നമ്മളെന്ന് വിചാരിച്ച് സുബ്ഹാനല്ലാഹ് ജംലവും മാബൈന സമാഇ വൽ അർളി, ഒരു സുബ്ഹാനല്ലാഹ് ആകാശഭൂമിനെ നടക്കും. ഒരു സുബ്ഹാനല്ലാഹ് ആകാശഭൂമിനെ നടക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ എത്ര വട്ടം നടക്കാണ്ടാവും. അപ്പോഴാണ് സൈനോട് എന്ത് പറഞ്ഞത്, എന്താണ് കുറെ കൊയിഞ്ഞാൽ ഉണ്ടാവൂടാ അയച്ചെടുത്തു. അത് മാത്രമുണ്ട്. അത് പാമ്പിന്റെ വളയങ്ങായി, അതിൻ്റെ ഉള്ളിലൊന്നുമില്ല. നമ്മളെ സുബ്ഹാനല്ലാഹ് പാമ്പിന്റെ വളയാണ്, നമ്മൾ അൽഹംദുലില്ലാ പാമ്പിന്റെ വളയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അത്രേ പറയാനുള്ളൂ. കൽബിൽ അല്ലാഹ് ഇല്ല. കൽബിൽ അല്ലാഹ് ഉണ്ടെങ്കിൽ ഒരുത്തനും വിടൂല. അള്ളാഹ്ക്കെതിരെ ഒന്നും പേടില്ല. എന്തിന്, എന്ത് മുതലാളി, എന്ത് തൊഴിലാളി, എന്ത് രാജാവ്, എന്ത് മുതലാളി, എന്ത് ധനാഢ്യൻ, പിന്നെ നിനക്ക് എന്ത് ധനാഢ്യൻ? കൽബിൽ അല്ലാഹ് ഉണ്ടെങ്കിൽ ആലിമിന്റെ അടുത്തിരിക്കാൻ നിനക്ക് പേടിയാവും, മുതലാളിന്റെ അടുത്തിരിക്കാൻ എനിക്ക് ഒരു പേടി ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഓനാര് അള്ളാന്റെ ഇൽമ പേറുന്ന ഒരാളടുത്തിരിക്കാൻ നിനക്ക് പേടിയുണ്ടാവും. എന്തുകൊണ്ട്? അയാളെ കൽബിൽ അള്ളാഹുവിന്റെ ഇൽമുണ്ട്. അപ്പൊ പേടി മനസ്സിലായില്ലേ? ഇതൊക്കെ ചിന്തിച്ചു നോക്കി. കൽബിൽ അല്ലാഹ് ഉണ്ടെങ്കിൽ മുക്രിക്കാനോട് നീ വളരെ മാന്യമായി മാത്രമേ പെരുമാറൂ. എന്നാ ഒരു നാട്ടിലെ ജനങ്ങള് നിസ്സാരനായി കണക്കാക്കി എന്ത് ദേഷ്യപ്പെടാനും ആർക്കും പേടിയില്ലാത്തൊരു വ്യക്തി ഇന്ന് ഏത് നാട്ടിലും ആരാ? പള്ളി നോക്കറിയോ? ആണോ അല്ലേ? എന്തുകൊണ്ട്? ഇവന്റെ കൽബിൽ ആരില്ല ഉള്ളത്. ഏറ്റവും ചുരുങ്ങിയത് അയാൾ വിളിച്ചറിനാണല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അയാൾ വിളിച്ചു പറഞ്ഞ സത്യം ലോകത്താരെ വിളിച്ചു പറഞ്ഞേ? നമ്മൾ കാലം വരെ വിളിച്ചറിഞ്ഞില്ലല്ലോ. അയാൾ വിളിച്ചു പറഞ്ഞ എന്ത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഒരു നാട്ടിലെ ഏറ്റവും കുറഞ്ഞ ശമ്പളം മുല്ലാക്കൊക്കെ കൊടുക്കുക. ഒരു നാട്ടിലെ ഏറ്റവും ശമ്പളം കൂടുതൽ കൊടുക്കേണ്ടത് മുല്ലാക്ക. എന്തുകൊണ്ട്? അയാൾ പറഞ്ഞതുപോലത്തെ ഒരു സത്യം ആ നാട്ടിൽ വേറൊരാളും 12ഉം 15ഉം കൊല്ലം വിളിച്ചു പറഞ്ഞില്ല. പണ്ട് പള്ളിക്കല മുക്കറി ആവുമ്പോ നീ പെൺകുട്ടിക്ക് ചോർക്കുണ്ടെങ്കിൽ തന്നെ കിട്ടൂല. മുക്കറിന്റെ പേര് സത്യല്ലേ? നിങ്ങൾ ചിന്തിക്ക്. ഇയാളാരാ? നീ മുക്കറിനെ പറ്റി ആലോചിച്ചോക്കാം. അന്ത്യനാളിൽ എല്ലാവരും തല താഴ്ത്തി നിൽക്കുമ്പോൾ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു വിഭാഗം പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ആളുകളായിരിക്കും. അവര് തല ഉയർത്തിപ്പിടിച്ചു. എന്തുകൊണ്ട്? എല്ലാവരും മുന്നിലും ബാങ്ക് കൊടുത്ത് സത്യം അറിയിച്ചതവരാണ്. ബാങ്ക് കൊടുക്കുന്നവരുടെ മാംസം നരകത്തിന് ഹറാമാണ്. നരകം തൊടൂല ബാങ്ക് കൊടുക്കുന്നവരെ ശരീരം. ഒരു നാട്ടിലൊരു വിലയില്ലാത്ത അയാളല്ലേ? അള്ളാഹു നമുക്ക് വിലയുള്ളവനാണെങ്കിൽ ഏറ്റവും വില ആർക്കായിരിക്കും? മുക്കറിക്കായിരിക്കും. കാരണം അള്ളാഹിനെ അഞ്ചോത്തും നമ്മൾ കടന്നുറങ്ങുമ്പോഴും അയാൾ വിളിച്ചു പറയാണ് ആരെപ്പറ്റി പറയേ. അള്ളാഹ് നമുക്ക് വിലയുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ബഹുമാനം ആരെയാണ്? ആരെയാണ്? മുക്കറിനെയല്ലേ? അയാൾ അള്ളാഹിനെ പറ്റിയല്ലേ വിളിച്ചു പറയണത്? അപ്പൊ അതൊക്കെ ഒരു നാടക. മനസ്സിലായില്ലേ? ചിന്തിക്ക്. എന്റെ മുതലാളി അയാളല്ലേ? എപ്പോഴെല്ലാം നീ നിന്റെ യഥാർത്ഥ കൂട്ടുകാരൻ റബ്ബുക്കാൻ നിന്റെ റബ്ബാണ്, വസയ്യിദുക്കാൻ നിന്റെ സയ്യിദായ റബ്ബാണ്, മൗലാക്കാൻ നിന്റെ ഉടമക്കാരനായ റബ്ബാണ്, വഖാലിഖുക്കാൻ നിന്റെ സൃഷ്ടാവായ റബ്ബാണ് നിന്റെ യഥാർത്ഥ കൂട്ടുകാരൻ. അവൻ ഒരിക്കലും നിന്നോട് വിട്ടുപിരിയുകയില്ല. നീ അവൻ എപ്പോഴെല്ലാം നീ അവനെ പറ്റി ഓർത്ത് പറഞ്ഞോ, നിന്റെ അടുത്ത് നിന്റെ കൂടെ ഇരിക്കും. അല്ലാഹ് എപ്പ അവനെ ഓർത്താൽ അനാ ജലീസു മൻ ദക്കറനി, ആരെന്നെ ഓർക്കുന്നുണ്ടോ ഞാൻ അവന്റെ കൂടെ ഉണ്ടാവും, ഇരുന്നിട്ടുണ്ടാവും. ഇത് ഖാല അല്ലാഹു തആല, അല്ലാഹു പറയുന്നതായി ഹബീബാ നബി പറഞ്ഞു, അന ജലീസു മൻ ദക്കറനി, എന്നെ ഓർക്കേണ്ട വിധത്തിൽ ഒരാൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവന്റെ കൂടെ ഇരിക്കുന്നവനായിരിക്കും. ഫുൾ ടൈം അവനത് അനുഭവിക്കും ചെയ്യും.
നീ എപ്പോഴെങ്കിലും വേദനിച്ചൊരു ഹൃദയം പൊട്ടി ഒരു വട്ടം ഒന്ന് ഹൃദയം പൊട്ടിയാൽ മതി. അപ്പോൾ അവൻ അവന്റെ തലോടിൽ നിനക്കെത്തും. സാരല്ല എന്റെ കൽബ് പൊട്ടിയാലൊന്നും സഹിക്കാൻ കഴിയില്ല. ആർക്ക്? അള്ളാഹ്. നമ്മളെ കൽബ് 1000 വട്ടം പൊട്ടിയാലും അള്ളാഹു അതിൽ ഇടപെടില്ല. എന്തുകൊണ്ട്? അവൻ നമ്മളെ നോക്കിയിട്ടും നമ്മൾ അവനെ നോക്കിയിട്ടില്ല. ഒരിക്കൽ കൽബ് പൊട്ടി, അപ്പം അള്ളാഹ് സഹായിച്ചു. പിന്നെയും കൽബ് പൊട്ടി, പിന്നെ സഹായിച്ചു. സഹായം കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂല. നമുക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരുത്തരി ഭർത്താവിന് രോഗിയായി, അപ്പൊ പെണ്ണ് നല്ലോണം പരിചരിച്ചു. സോക്കേട് മാറി തല്ലു തുടങ്ങി. അതിനിടക്കാണ് മോട്ടോർ സൈക്കിൾ ആക്സിഡൻ്റായി 2 ആഴ്ച പിന്നെ എല്ല് പൊട്ടി കിടന്നു. അപ്പോൾ തൊള്ളിലിട്ട് ഇട്ടുകൊടുത്തു, മൂത്രം കാറ്റോ എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞു. മൂപ്പർക്ക് ഒന്ന് എണീറ്റ് നിന്നിട്ട് ഒരു ബടി പിടിക്കാനായപ്പോൾ തല്ലു തുടങ്ങി. പിന്നെന്താ മൂപ്പർ ചെയ്യുക? ഓള് ചെയ്യുക. ഇപ്പം നടക്കാനൊക്കെ ആയല്ലേ? എന്നാ ഞാൻ പോവാണ്. ഞാൻ അങ്ങനെ പോകല്ലേ? അത് നടക്കൂല. നിങ്ങൾ ചാക്കൂല, നിങ്ങൾ നടക്കൂല. മനസ്സിലായില്ല? അയാൾ കുഴങ്ങുമ്പോഴൊക്കെ ഓള് പരിചരിച്ചിട്ടുണ്ട്. കുഴങ്ങൽ കഴിഞ്ഞാൽ പിന്നെ തല്ലു തുടങ്ങും. 1 വട്ടം തല്ലു കിട്ടും, 2 വട്ടം പിന്നെ കിട്ടുമോ? പിന്നോട് പോവില്ലേ? ആ പോക്കാണ് ഇപ്പോൾ അള്ളാഹുവിനെ നമ്മൾ ഒഴിവാക്കി. കാരണം ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്തു തന്നിട്ട് നമ്മൾ ആരും നോക്കിയിട്ടില്ല. അള്ളാഹ് നോക്കിയില്ല. അതാ പ്രശ്നം. അള്ളാഹു നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം? അള്ളാഹു കൂടല്ല. കാര്യത്തിൽ വീഴ്ച വരുത്തി എന്ന കാരണത്താൽ എപ്പോഴെങ്കിലും നിന്റെ കൽബ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ നിന്റെ കൂടെ ഉണ്ടാകും. സാരല്ല, ഉണ്ടാവില്ല. എന്റെ വീഴ്ച എന്തോ എന്റെ ദീനിൽ വന്നുപോയി, പ്രശ്നം എന്റേത് പറ്റിപ്പോയല്ലോ. അപ്പൊ സാരല്ല, സംസ്കാരത്തിന് പ്രശ്നമില്ല, ഒക്കെ ഞാൻ പരിഹരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, എന്റെ കാരണത്താൽ ആരെങ്കിലും ഹൃദയം പൊട്ടിയാൽ ഞാൻ അവന്റെ കൂടെ ഉണ്ടാവും. ആരെ ഹൃദയം പൊട്ടിയാലും എന്റെ ആളെ ഹൃദയം പൊട്ടിയാൽ ഞാൻ അവിടെ ഉണ്ടാവും. നമ്മൾ ഹൃദയം പൊട്ടിയിട്ട് അള്ളാഹിന്റെ അല്ലാത്ത നമ്മൾ അള്ളാഹിനെ പരിഗണിച്ചിട്ടും കണ്ടിട്ടും ഇല്ല എന്ന് അവന്റെ മഹത്വം നീ മനസ്സിലാക്കിയാൽ, ഹക്കമായി പറ്റി അറിയേണ്ട വിധത്തിൽ അവനെ അറിഞ്ഞാൽ, അവനെ നീ അറിഞ്ഞാൽ പറഞ്ഞാൽ മനസ്സിലായി. നമ്മളെ നാട്ടിൽ നിന്ന് ഗൾഫിൽ പോയി, ഓൻ അവിടെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി, പിന്നെ വേറെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി, പിന്നെ ഭയങ്കര പൈസക്കാരനായി. ഭയങ്കര പൈസയോട് പൈസ, ദിവസം 1 ലക്ഷം റിയാലൊക്കെ സമ്പാദിക്കാം. അപ്പൊ എന്താണ് ആഗ്രഹിക്കുക? ഓ നമ്മളിന്ന് ചങ്ങായിയാക്കി നിങ്ങളിന്റെ കൂടെ അല്ല. ഇപ്പൊ അവസാനിപ്പിക്കും. 1 മിനിറ്റ് കൊണ്ട് അവസാനിക്കും. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. നമ്മളെ നാട്ടിൽ ഒരാൾ ഗൾഫ് പോയി, അപ്പം നമ്മളെ വലിയ പൈസക്കാരനായി, ദിവസം 1 ലക്ഷം വരുമാനം. അപ്പം നമ്മൾ എന്താ ആഗ്രഹിക്കുക? 1 ലക്ഷം വരുമാനമാണ്, ഭയങ്കര ആളാണ്, ഷെയ്ഖന്മാരായിട്ടൊക്കെ ഭയങ്കര ബന്ധമാണ്, ഇവൻ്റെ വണ്ടി ചെന്നാൽ ഷെയ്ഖന്മാരെ വാതിൽ ഓട്ടോമാറ്റിക് തുറക്കും, ഭയങ്കര ആളാണ്, ദുബായിലൊക്കെ വലിയ ഭയങ്കര പേരാണോ അവന് എന്നറിഞ്ഞാൽ, അത് നമ്മളെ നാട്ടിലുള്ള നമ്മളെ ഒരു കുട്ടിയാണ് എന്ന് അറിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്താ ആഗ്രഹിക്കുക? ഓ നമ്മളൊരു ഫ്രണ്ടായി കിട്ടിയാൽ നമുക്ക് ഇതൊന്നും പ്രശ്നമല്ല. പിന്നെ എന്തുകൊണ്ട്? പിന്നെ ഫ്രണ്ടായി കിട്ടിയാൽ നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തരുമല്ലോ. നമ്മൾക്ക് 6 മാസം മുമ്പ് കൊടുക്കാനുള്ള പൈസ കൊടുക്കാതെ പീടിയിൽ നിന്ന് മാറി നടക്കാൻ തുടങ്ങിയിട്ട് 6 മാസം കഴിഞ്ഞ്. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഭയങ്കര തന്നെയോ ഓനെ ചങ്ങായി ആക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്തുകൊണ്ടാണ് എനിക്ക് തോന്നാൻ കാരണം? എന്തുകൊണ്ടാണ് തോന്നാൻ കാരണം? എന്താണ് പഠിച്ചോനെ? എന്തുകൊണ്ട് തോന്നാൻ കാരണം? അവൻ്റെ അളമത്ത് നീ അറിഞ്ഞു. ഓന് വലിയ ബിസിനസ് ഉണ്ടെന്നും ഓരോ ദിവസം 1 ലക്ഷം വരുമാനം ഉണ്ടെന്നും നീ അറിഞ്ഞു. നിനക്കെന്താ റബ്ബിലേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത? റബ്ബ് അത്ര വലിയ ആളാണെന്ന് നീ അറിഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതിനുള്ളൂ. പാമ്പിൻ്റെ വളയെന്ന്
നേറും തലയെ കൂടെ കസരെടുത്ത് പോകും ഞാൻ, തലയൊക്കെ നീ കഴിച്ചില്ലെങ്കിൽ. മനസ്സിലായില്ലേ? ചിന്തിക്ക്.